മാസത്തിൽ 25 എപ്പിസോഡും ദുരന്തമാണ്. സൂപ്പർ കൺമണി എന്ന പേര് മാറ്റി വല്ല ദുരന്തം കൺമണി എന്നാക്കുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ എപ്പിസോഡിൽ അന്തനെ കാണിക്കുന്ന കൃഷും കൺമണിയും സാഗറിനെ കാണാൻ സാഗറിന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. തുടർന്ന് കൃഷ് പിന്നെ അച്ഛനോട് അച്ഛൻ ഉറങ്ങിയില്ല അല്ലെ, അച്ഛൻ ഉറക്കം കിട്ടുന്നില്ല അല്ലെ എന്ന് പറയുമ്പോൾ സാഗറിന് അത് കേട്ട് സന്തോഷമാവുകയാണ്. കണ്ടില്ലേ കൺമണി, കൃഷിനെ എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നെ കൃഷ്ണന് നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ കൃഷ്ണയും കൺമണി അകത്തേക്ക് വിളിക്കുകയാണെന്നാൽ ഈ സമയത്ത് കൃഷ് ഇല്ല അച്ഛൻ ഞാൻ വരുന്നില്ല, ഞാൻ ഈ അകത്തേക്ക് വന്നാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ കൃഷ്ണനോട് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണ്. കൃഷ്ണനെ മകന്റെ സ്ഥാനത്ത് കാണാൻ സുജാതയ്ക്ക് സാധിക്കില്ലായിരിക്കും. സുജാത കൃഷ്ണ എന്ന മകനെ ആട്ടിപ്പായിക്കുമായിരിക്കും. പക്ഷെ നീ എൻ്റെ മകനും കൂടിയാണ്, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെയുള്ള നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ വീണ്ടും വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ കൃഷ്ണനോട് സാർ അച്ഛൻ പറഞ്ഞ് കേൾക്കണം, സാർ വാ എനിക്കൊപ്പം അകത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് കൺമണി കൃഷ്ണന്റെ കൂടെ അകത്തേക്ക് ചെല്ലുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ രാത്രി വരുണെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്തായെന്ന് ചോദിക്കുകയാണ് വരുണോട്. തുറന്ന് വരുൺ മാനസ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. അലികയുടെ ആ ഫയൽ ഞാൻ വിനയൻ സാറിനെ കൊണ്ട് കൺമണിയുടെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. തുറന്ന് അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ്. തുറന്ന് മാനസ പിന്നെ വരുണോട് ഇന്നത്തെ രാത്രി നമുക്കുള്ളതാണ്, ഇന്ന് നല്ലൊരു പണി നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന അകത്തെത്തിയ ശേഷം സാഗറും കൃഷും കൺമണിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണെന്നാൽ ഈ സമയത്ത് ചുമരിന്റെ പുറകിൽ ആന്റിയമ്മയും സുജാതയും എല്ലാം നിൽക്കുന്നുണ്ട്. തുറന്ന് സാഗർ കൃഷും സംസാരിക്കുന്നുണ്ട്, ഇവരും കേൾക്കുകയാണ്. തുറന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് ഞാൻ ഇന്നത്തെ രാത്രി എന്തെങ്കിലും അവിവേകം ചെയ്യുമെന്ന് നീ കരുതിയോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണോ നീ ഓടിപ്പടച്ചെത്തിയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ പൊട്ടിക്കരയുകയാണ്. തുറന്ന് കൃഷ്ണനോട് പിന്നെ സാഗർ കണ്ടില്ലേ കൺമണി, നമുക്കൊരു വീഴ്ചയുണ്ടാകുമ്പോൾ നമ്മളെ താങ്ങിപ്പിടിക്കാൻ ആദ്യം ഓടിയെത്തുന്നവരാണ് നമ്മുടെ യഥാർത്ഥ മിത്രങ്ങൾ. ഈ അച്ഛന് സന്തോഷമായി കൃഷ്, നീ ധൈര്യമായിരിക്കും, അച്ഛൻ ഒരു അവിവേകവും കാണിക്കില്ല എന്ന് പറയുകയാണ്. എൻ്റെ മകൻ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്നൊക്കെ പറയുകയാണ്. തുറന്ന് കൃഷി പിന്നെ ആന്റിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് ആന്റിയമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു, പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് നീ എന്നോട് ചോദിക്കരുത്, അത് പറയാൻ നിർവാഹമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ ചതിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഈ കുടുംബത്തിന്റെ നാശം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. തുറന്ന് കൃഷി നേരെ പോകുന്ന സുജാതിയുടെ അടുത്തേക്കാണ്. തുറന്ന് കൃഷി പിന്നെ അമ്മയെ അമ്മ എന്ന് വിളിക്കുകയാണ്. തുറന്ന് കൃഷി വീണ്ടും അമ്മയോട് ഞാൻ അമ്മയെ അമ്മ എന്നാണ് വിളിച്ച് ശീലിച്ചത്, സോറി ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ്. തുറന്ന് കൃഷി നേരെ കൃപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് കൃപ പിന്നെ ചേട്ടനോട് കൃഷിയോട് ചേട്ടൻ എപ്പോഴും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് പറയുകയാണ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടണമെന്ന് പറയുകയാണ്. തുറന്ന് കൺമണിയുടെ ക്ലാസ്സാണ്. കൺമണി സാഗറിനോടും കൃഷ്ണനോടും ഞാൻ കുടുംബത്തിന്റെ ബന്ധവും മൂല്യവും എല്ലാം മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെ പിണങ്ങി മാറിയിരിക്കേണ്ട കാര്യമില്ല, പഴയ പോലെ ഒന്നിച്ച് കട്ടയ്ക്ക് ജീവിക്കേണ്ടവരാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ ഒരു ഉപദേശമാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ്. ശ്രീനിയാണ് വിളിക്കുന്നത്. തുറന്ന് കൺമണി മാറുന്ന ഫോൺ എടുക്കുകയാണ്. തുറന്ന് ശ്രീനി ടെൻഷൻ അടിച്ചുകൊണ്ട് പിന്നെ കൺമണിയോട് കൺമണി നീ ഇപ്പോൾ എവിടെയാണ് ചോദിക്കുകയാണ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പോലീസ് വന്നിരിക്കുകയാണ്, അവർക്ക് വീട് സെർച്ച് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുറന്ന് ഫോൺ വെച്ച ശേഷം പിന്നെ കൺമണി കാര്യം കൃഷ്ണനോട് സാഗറിനോട് പറയുകയാണ്. എൻ്റെ വീട്ടുമുറ്റത്ത് നിറച്ച് പോലീസുകാരാണ്, വീട് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് സാഗർ കൃഷ്ണൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് സാഗർ കൃഷ്ണനോട് പഴയ പോലെ എടാ കൃഷ്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നീ വണ്ടി എടുക്കുക, ഞാനും നിനക്കൊപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാഗറും കൃഷും കൺമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് ആന്റിയമ്മയും സുജാതിയും കൃപയും. തുറന്ന് ആന്റിയമ്മ പിന്നെ കൃപയോട് ഇതെന്ത് പുലിവാലാണ്, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. തുറന്ന് സുജാത ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അരുതാത്തതാണ് മൊത്തം നടക്കുന്നത്. തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കൺമണിയുടെ വീട്ടുമുറ്റത്ത് പോലീസ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കൺമണിക്ക് വേണ്ടി. കൺമണി വന്നിട്ട് വേണം വീട് സെർച്ച് ചെയ്യാൻ. ഈ സമയത്ത് വീട്ടിലുള്ളവരെല്ലാവരും പുറത്തു നേരം കാത്തു നിൽക്കുകയാണ്. ഈ സമയത്താണ് സാഗറും കൃഷിയും കൺമണിയും കൂടി അങ്ങോട്ട് വരുന്നത്. തുറന്ന് കൺമണി പിന്നെ പോലീസിനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. തുറന്ന് പോലീസ് കാര്യം പറയുകയാണ്. അലികയുടെ ഒരു പ്രധാനപ്പെട്ട ഫയൽ മിസ്സിംഗ് ആണ്, ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ആ ഫയൽ തപ്പിപ്പിടിക്കുന്നതിന് വേണ്ടി വന്നതാണെന്ന് ഒരു കോമഡി പറയുകയാണ് പോലീസ്. ഇനി സ്കൂളിലെ പിള്ളേർ ബുക്കും പേനയും കാണാതെ പോയാൽ പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുമായിരിക്കും. എന്നാൽ അത് കേട്ട് സാഗറും കൃഷും അലികയുടെ മുതലാളി തന്നെ ഞാനാണ് അലികയുടെ ഓണർ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പോലീസ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നല്ലോ ജയമോഹൻ, അയാളാണ് പരാതി തന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്തായാലും ഈ വീട് സെർച്ച് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. കൺമണിയുടെ പേരിലാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സെർച്ച് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ സമ്മതിക്കുന്നില്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പോലീസ് അതിന് നിന്റെ സമ്മതം ഇവിടെ ആരാണ് ചോദിച്ചത്, ഞങ്ങൾക്ക് ഈ വീട് സെർച്ച് ചെയ്യാൻ അധികാരമുണ്ട്, ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്യുമെന്ന് പറയുകയാണ്.
തുറന്ന സാഗർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഇല്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ഈ വീട് സെർച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട പോലീസ് പിന്നെ സാഗറിനോട് കൃഷിയോട് അയ്യോ നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, 3 പേർക്കെതിരെയാണ് കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത്. അലിഗയുടെ മുതലാളി ആയ സാഗറിന്റെ പേരിലും ദേവ്ജിയുടെ പേരിലും കൺമണിയുടെ പേരിലും ഈ 3 വീട് ഞങ്ങൾ സെർച്ച് ചെയ്യുമെന്നും പറയുകയാണ്. അങ്ങനെ അലിഗയുടെ ഫയൽ തപ്പി അലിഗയുടെ മുതലാളിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. എന്തുവാടേ ഇത് ചിരിപ്പിക്കാതെ. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് കൺമണി പിന്നെ സാഗർ സാറിനോട് സാർ ഇനി അവരെ തടയേണ്ട, അവരെന്റെ വീട് സെർച്ച് ചെയ്തോളാൻ പറയുകയാണ്. എനിക്കൊരു പരാതിയില്ല, ഞാൻ എന്തിനു പേടിക്കണം. എന്നാൽ ഈ സമയത്ത് ഇതൊക്കെ കൺമണി പറയുമ്പോൾ ഒരാൾ പേടിച്ച് പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ശാരദ ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ്. പണി പാളി എന്ന രീതിയിൽ. തുടർന്ന് പോലീസ് അകത്തേക്ക് കയറാൻ നേരം കൃഷ് പോലീസിനെ വീണ്ടും തടയുകയാണ്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് സെർച്ച് ചെയ്യേണ്ട, ഞങ്ങൾ കൂടെ വരാം എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ ഫയൽ അവിടെ കൊണ്ടുവച്ചിട്ട് തെളിവ് സൃഷ്ടിച്ചാലോ, അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് സെർച്ച് ചെയ്യേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പോലീസിന് ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും വിശ്വാസമില്ല അല്ലേ, എങ്കിലും ഒരു കാര്യം ചെയ്തേക്ക്, നിങ്ങളും ഞങ്ങൾക്കൊപ്പം വന്നോളാൻ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ്. കൃഷി കൺമണി ആ പോലീസുകാർക്കൊപ്പം അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ട് ശ്രീനിയാകെ ഹൃദയം പൊട്ടി നിൽക്കുകയാണ്. തുറന്ന് സാഗർമിനെ ശ്രീനി ആശ്വസിപ്പിക്കുകയാണ്. ശ്രീനി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പോലീസ് ഇപ്പോൾ പോയ പോലെ തിരിച്ചു വരും, വെറും കൈയോടുകൂടി തിരിച്ചു വരുമെന്ന് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് നെഞ്ചത്തും കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ് ശാരദ. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി നല്ല സന്തോഷത്തിലാണ്. കൺമണി ഇപ്പോൾ അറസ്റ്റിലാകുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ധനലക്ഷ്മി. തുടർന്ന് പോലീസ് അകത്ത മുറിയിലെല്ലാം പോയി പരിശോധിക്കുകയാണ്. അങ്ങനെ കൺമണിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൺമണിയുടെ മുറിയിൽ നിന്ന് ആ ഫയൽ കിട്ടുകയാണ്. തുടർന്ന് കൃഷ്ണ വിളിച്ചിട്ട് ഇത് അലിഗയുടെ ഫയലാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ഫയൽ കണ്ട് കൃഷും കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൃഷ് അതെ ഇത് അലിഗയുടെ ഫയലാണെന്ന് പറയുകയാണ്. തുടർന്ന് പോലീസ് പിന്നെ കൃഷ്ണ ഫയർ ചെയ്യുകയാണ്. നിനക്ക് വല്ലാത്ത നട്ടല്ലായിരുന്നല്ലോ ഞങ്ങളെ തടയാൻ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് ഞങ്ങളെ വിശ്വാസമായോ എന്ന് ചോദിച്ച് കൃഷ്ണ വാരി ഒട്ടിക്കുകയാണ് പോലീസ്. തുടർന്ന് പോലീസ് കൺമണിയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. കൺമണിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ കൺമണിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, കളവ് മുതൽ കിട്ടിയിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ കൃഷി ഇതിൽ എന്തൊരു ചതിയുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പോലീസ് അതൊക്കെ നിങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ മതി, എന്തായാലും ഞങ്ങൾക്ക് കളവ് മുതൽ കൺമണിയുടെ മുറിയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ കൺമണിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ബലമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ശ്രീനിക്കാകെ സങ്കടമാവുകയാണ്. തുടർന്ന് ശ്രീനി ഇങ്ങനെ കരയുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് സാഗറിന് കാര്യം മനസ്സിലാവുകയാണ്, ഇതെന്തോ വലിയ ചതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാവുകയാണ്. തുടർന്ന് കൃഷിയും സാഗറും ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ്. ശ്രീനി ഒന്നോർത്തും വിഷമിക്കേണ്ട, എനിക്കപ്പം കട്ടയ്ക്ക് നിന്നവളാണ് കൺമണി, അങ്ങനെയുള്ള കൺമണിക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഒന്നും സംഭവിക്കില്ല, കൺമണിയെ ഞങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ കൃഷ്ണ വിളിക്കുകയാണ്, വാടാ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ കൃഷ്ണയും വിളിച്ചുകൊണ്ട് കൺമണിയെ ഇറക്കുന്നതിന് വേണ്ടി ആ പോലീസിന്റെ പുറകെ തന്നെ ചെല്ലുകയാണ്. അച്ഛൻ പേടിക്കേണ്ട, കൺമണിയെ ഞാൻ കൊണ്ടുവരും, എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി അവളെ ആരും ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി സാഗറിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് രണ്ടാമ്മായിമാരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ശാരദാകെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് ധനലക്ഷ്മി ഒരു മറ്റേടുത്ത വർത്താനമായിട്ട് അമ്മായിമാരുടെ അടുത്ത് വന്നിട്ട് ഒരു കൊലച്ചിരി ചിരിക്കുന്നു. അത് കണ്ട അമ്മായിമാർക്ക് നല്ല ദേഷ്യം വരികയാണ്. ഞങ്ങളുടെ കൺമണി മോളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ നീ ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടമ്മായിമാരും ധനലക്ഷ്മിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇത് കൺമണി ഒറ്റയ്ക്കായിരിക്കില്ല, കൃഷും കൂടെ കാണുമെന്ന് പറയുകയാണ്. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും മോഷണം. എന്നാൽ അത് കേട്ട് ശാരദയ്ക്കും സുലോചനയ്ക്കും നല്ല ദേഷ്യം വന്നിട്ട് അവർ രണ്ടുപേരും ഈ കിട്ടിയ ഗ്യാപ്പിൽ ധനലക്ഷ്മി കിട്ടുന്ന 2 പൊട്ടിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.